ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതായത് ഗിദെയോൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നു? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്? അവരുടെ വിളകൾ നശിക്കപ്പെടുന്നു, അവരെ ഉപദ്രവിക്കപ്പെടുന്നു, അവർ അപമാനിതരായിരിക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ട് ഗിദെയോൻ ചോദിക്കുവാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ അവസ്ഥ വരുന്നു? നമുക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടോ പലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോഴത്തേക്ക്, കർത്താവേ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുന്നു? എവിടെയാണ് ഞങ്ങൾ തെറ്റിപ്പോയത്? എവിടെയാണ് ഞങ്ങൾ മാനസാന്തരപ്പെടേണ്ടത്? എവിടെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നോക്കിയാൽ പറയുന്നത്, ഈ ബലത്തോടുകൂടെ നീ പോകാം, ഈ ബലത്തോടുകൂടെ നീ പോകാം. ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു? ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ലല്ലോ, ഞാനിതല്ലല്ലോ ഞാൻ ഈ ബൈബിളിൽ വായിച്ചിട്ടുള്ളത്. ഒരു ദൈവപൈതലിൻ്റെ ജീവിതം ഇങ്ങനെ അല്ലല്ലോ ആയിരിക്കേണ്ടത്. ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് ദൈവം നിങ്ങൾ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്: ഈ ബലത്തോടുകൂടെ നീ മുന്നോട്ട് പോയിക്കൊള്ളുക, ഈ ബലത്തോടുകൂടെ നീ മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ആ ഒരു ബലമാണ്, ആ ഒരു ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. കർത്താവേ, ഞാൻ ഇങ്ങനെ തന്നെയാണോ ആയിരിക്കേണ്ടത്? ദൈവം കൂടെയുള്ള, അല്ലെങ്കിൽ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണോ ആയിരിക്കേണ്ടത്?